ഹായ് ഡിയേഴ്സ്, അനഗാമിസ് ആണ്. മക്കളെ, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻ ഡെവലപ്മെന്റ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. സോ ഈ ഒരു ചാപ്റ്ററിലെ ഇന്ത്യ ഡെവലപ്മെന്റ് പ്രോസസ്സിലേക്ക് വരുന്നതിനെ കുറിച്ചാണല്ലേ പറയുന്നത്. സോ ഇന്ത്യ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിലേക്ക് വന്നപ്പം ലോകത്ത് രണ്ട് മാതൃകകളായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റും ഒന്ന് സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റും. ഇന്ത്യ ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക? ഇന്ത്യ മിക്സ്ഡ് എക്കോണമിയാണ് ചൂസ് ചെയ്തത്. എന്താണ് ഈ മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെയും സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യ ചൂസ് ചെയ്തു. സോ ഇതിനെ നമ്മൾ മിക്സ്ഡ് എക്കോണമി എന്നാണ് വിളിക്കുക. സോ നമ്മളിവിടെ പറയാൻ വന്നത് ഇതിനെ കുറിച്ചല്ല, നമ്മുടെ 5 ഇയർ പ്ലാനിനെ കുറിച്ചാണ്. അപ്പൊ എന്തിനാണ് 5 ഇയർ പ്ലാനിലേക്ക് വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞതെന്ന് വെച്ചാൽ, 5 ഇയർ പ്ലാന് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് നമ്മുടെ USSR എന്നാണ്. USSR ഏത് എക്കോണമിയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് എക്കോണമിയാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് 5 ഇയർ പ്ലാൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനും. നമുക്ക് ആദ്യം ഫസ്റ്റ് 5 ഇയർ പ്ലാനിലെ പോയാലോ? 1951 മുതൽ 1956 വരെ ആയിരുന്നു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ തയ്യാറാക്കിയത് ആരാണ്? KN രാജാണ് തയ്യാറാക്കിയത്. ആൻഡ് ഈ ഒരു ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചർ സെക്ടറിനായിരുന്നു. ഹാസ്റ്റൺ സ്ലോലി എന്നൊരു മോട്ടോ ആയിരുന്നു ഇവർക്ക് ഈ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ സമയത്തായിരുന്നു ബാഗ്ര, നാഗൽ, ഹിരാക്കുഡ് ഡാംസ് ഒക്കെ പണി കഴിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ അഗ്രികൾച്ചറിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കൂടെ തന്നെ ഇവർ എന്തിനു കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു? ലാൻഡ് റിഫോംസിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ആലോചിച്ച് വെക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് 5 ഇയർ പ്ലാനിലെ പോയാലോ? 1956 മുതൽ 1961 വരെ ആയിരുന്നു നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കിയത് PC മഹൽനോബിസ് ആണ്. സോ സെക്കൻഡ് 5 ഇയർ പ്ലാനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തത് ഇൻഡസ്ട്രീസിനായിരുന്നു. ഇൻഡസ്ട്രി സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. റാപ്പിഡ് ഗ്രോത്ത്, പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാനിന് ഉണ്ടായിരുന്നത്. ഹെവി ഇൻഡസ്ട്രീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലാതെ മറ്റേതൊക്കെ സെക്ടറിനാണ് ഇവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്? നമുക്ക് നോക്കാം അല്ലേ. ഇലക്ട്രിസിറ്റി, അയൺ, സ്റ്റീല്, കമ്മ്യൂണിക്കേഷൻ, റെയിൽവേ, ഇതിനെല്ലാം നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു പൊളിറ്റിക്സ് ഓഫ് പ്ലാൻ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണിത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്താണ്, സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക് ആയിട്ട് കണ്ടുമുട്ടോ. സോ ബൈ.